ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു രസം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വറ്റൽമുളക്, പിന്നെ പച്ചമല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ ജാറിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ 4 വെളുത്തുള്ളി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ പച്ചമല്ലി മെയിനാണ് രസത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിക്കാം. ജസ്റ്റ് ഒരു അടി. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഇത്ര ജസ്റ്റ് ഇങ്ങനെ അടിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതായിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള 2 തക്കാളി, പിന്നെ ചെറിയ ഉള്ളി ഇടണമെന്നില്ല, ഞാനിപ്പോൾ ചെറിയ കഷ്ണം ഉണ്ടായതുകൊണ്ട് ഇടുന്നുണ്ട്, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ രസം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തക്കാളി ഉള്ളി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കടുകും കരിയാപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒന്ന് അതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായി ഒന്ന് ഒടിഞ്ഞ് കിട്ടണം, എന്നാലേ രസത്തിനൊരു രസമുണ്ടാകും. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അരച്ച് വെച്ച മിക്സും കൂടിയിട്ടൊന്ന് നന്നായി പച്ചമണവും പോവോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും പിന്നെ കായപ്പൊടി ഇട്ടൊന്ന് രസം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ രസം ഇവിടെ റെഡി. നല്ല അടിപൊളി രസം ഇവിടെ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നല്ല ചൂട് രസം ഇവിടെ റെഡി. ചൂട് ചോറും പയർ വറവും കൂട്ടിയൊരു ചോറ് കഴിക്കൽ.